أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وزكريا إذ نادى ربه رب لا تذرني فردا وأنت خير الوارثين. فاستجبنا له ووهبنا له يحيى وأصلحنا له زوجه إنهم كانوا يسارعون في الخيرات ويدعوننا رغبا ورهبا وكانوا لنا خاشعين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1051 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ അംബിയയിലെ 89 മുതൽ 91 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وزكريا إذ نادى ربه رب لا تذرني فردا وأنت خير الوارثين. فاستجبنا له ووهبنا له يحيى وأصلحنا له زوجه إنهم كانوا يسارعون في الخيرات ويدعوننا رغبا ورهبا وكانوا لنا خاشعين. والتي أحسنت فرجها فنفخنا فيها من روحنا وجعلناها وابنها آية للعالمين. صدق الله العلي العظيم. സൂറത്തുൽ അംബിയയിലെ 89 മുതൽ 91 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. പ്രവാചകന്മാരെ ഒന്നിനു പുറകെ ഒന്നായി പരാമർശിച്ചുകൊണ്ട് അവർക്ക് അല്ലാഹു വിശിഷ്ടമായി നൽകുകയുണ്ടായ പിൻബലം, അവർക്ക് നൽകിയിട്ടുണ്ടായിരുന്ന സഹായങ്ങൾ, പ്രത്യേകമായ ചില ദൈവിക പിൻബലത്തിന്റെ അടയാളപ്പെടുത്തലുകളായിട്ടുള്ള ചില കാര്യങ്ങൾ, ഇവയൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് സൂറത്തുൽ അംബിയയിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് പ്രവാചകന്മാരെ അല്ലാഹു പരാമർശ വിധേയമാക്കുന്നത്. മൂസ അലൈഹിസ്സലാമും ഹാറൂൻ അലൈഹിസ്സലാമും പരാമർശിക്കപ്പെട്ടതിന് ശേഷം ബനൂ ഇസ്രായേൽ സമൂഹത്തിലേക്ക് വന്ന വളരെ പ്രവാചകന്മാരെ, അവർക്ക് മുമ്പ് ലോകത്ത് ദൈവിക ദൗത്യം നിർവഹിച്ച ഇബ്രാഹിം അലൈഹിസ്സലാം, അതുപോലെ നൂഹ് അലൈഹിസ്സലാം, അങ്ങനെ തുടങ്ങിയ എല്ലാ ഒട്ടുമിക്ക പ്രവാചകന്മാരെയും പരാമർശിച്ചുകൊണ്ടാണ് ഈ വിവരണം മുന്നോട്ട് പോകുന്നത്. ഇന്ന് നമ്മൾ വായിച്ച ആയത്തുകളിൽ അല്ലാഹു സക്കരിയ അലൈഹിസ്സലാമിനെയും യഹ്യ അലൈഹിസ്സലാമിനെയും മറിയം റളിയല്ലാഹു അൻഹയെയും ഈസ അലൈഹിസ്സലാമിനെയും പരാമർശിക്കുന്നതാണ്. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത ആയത്തുകളിൽ അവസാനമായി പരാമർശിക്കപ്പെടുകയുണ്ടായത് ദുന്നൂൻ എന്ന പ്രയോഗത്തിലൂടെ യൂനുസ് അലൈഹിസ്സലാമിനെയാണ്. യൂനുസ് അലൈഹിസ്സലാം ദൗത്യ നിർവഹണത്തിനിടയിൽ
ഒരല്പം അക്ഷമ കാണിച്ചുകൊണ്ട് ഇട്ടെറിഞ്ഞു പോയ സംഭവം, അതിനെ തുടർന്ന് അള്ളാഹു അദ്ദേഹത്തെ പിടികൂടിയതും അദ്ദേഹം പശ്ചാത്താപ വിവശനായിക്കൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങിയ കാര്യവും, അദ്ദേഹത്തിന്റെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിച്ച സംഗതികളും ഒക്കെയാണ് വിവരിക്കപ്പെടുകയുണ്ടായത്. അതിനെ തുടർന്ന് ഇന്ന് നമ്മൾ വായിച്ച ഭാഗം നോക്കാം. സക്കരിയ ഇത് നാദാ റബ്ബഹു, സക്കരിയായെയും ഇതേ വിധത്തില് ഇതൊക്കെ ചേർത്ത് ചേർത്ത് പറയലാണ് ഞാൻ സൂചിപ്പിക്കേണ്ടായി. ഇസ്മായില ഇദ്രീസ എന്നൊക്കെ പറഞ്ഞ പോലെ സക്കരിയ അലൈഹിസ്സലാമിനെയും നാം ഈ വിധത്തില് അനുഗ്രഹിക്കുകയുണ്ടായി. ഇൽമും ഹുക്കുമും നൽകിക്കൊണ്ട്, ദൈവിക ജ്ഞാനവും വെളിപ്പാടിലൂടെയുള്ള ജ്ഞാനവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിന്റെ പ്രായോഗിക ജ്ഞാനവും നൽകിക്കൊണ്ട് സക്കരിയ അലൈഹിസ്സലാമിനെയും നാം പിന്തുണക്കുകയുണ്ടായി എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. എന്നിട്ട് ഒരു സംഭവം അനുസ്മരിക്കുകയാണ്. ഇത് നാദാ റബ്ബഹു, അദ്ദേഹം തന്റെ രക്ഷിതാവിനെ, തന്റെ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിച്ച ആ സന്ദർഭം പ്രത്യേകം സ്മരണീയമാണ്. ഇത് നാദാ റബ്ബഹു, അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: റബ്ബി ലാ തദർനീ ഫർദ, എന്റെ നാഥ നീ എന്നെ തനിച്ചായിട്ട് ഉപേക്ഷിക്കരുത്. മുരടറ്റവനായി, ആരും കൂടെ ഇല്ലാതെ അല്ലെങ്കിൽ പിൻഗാമിയില്ലാതെ ഒരൊറ്റ ഇൻഡിവിജ്വൽ ആയിട്ട് അങ്ങനെ എന്നെ വിട്ടുകളയരുത്. എനിക്ക് ഒരു തുടർച്ച ഉള്ള വിധത്തിലുള്ള ഒരു പിൻഗാമി, ഒരു അനന്തരാവകാശി, ഒരു പിന്തുടർച്ചക്കാരൻ ഇല്ലാത്ത അവസ്ഥയിൽ എന്നെ വിട്ടേക്കരുത് എന്നാണ് സക്കരിയ അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നത്. സൂറത്ത് മറിയമിന്റെ തുടക്കത്തിൽ നമ്മൾ ഇത് വിശദമായിട്ട് പ്രതിപാദിച്ചതാണ്. മറിയം റളിയല്ലാഹു അൻഹ അവരുടെ മിഹ്റാബില് പ്രാർത്ഥനയിലും ആരാധനയിലും ഒക്കെയായി കഴിഞ്ഞിരുന്ന സന്ദർഭത്തിൽ അവരുടെ സംരക്ഷകൻ എന്ന നിലക്ക് സക്കരിയ അലൈഹിസ്സലാം അവരുടെ അടുക്കലേക്ക് കയറി ചെല്ലാറുണ്ടായിരുന്നു. അപ്പോഴൊക്കെയും തന്നെ മറിയം റളിയല്ലാഹു അൻഹ തന്റെ ചുറ്റുമായി പല ഭക്ഷ്യവിഭവങ്ങളും നൽകപ്പെട്ട ഒരു കാഴ്ചയാണ് സക്കരിയ അലൈഹിസ്സലാം കാണാറുണ്ടായിരുന്നത്. എങ്ങനെയാണ് മറിയമേ നിനക്ക് ഇതൊക്കെ കിട്ടിയത് എന്ന് ചോദിക്കുമ്പോ മറിയം റളിയല്ലാഹു അൻഹയുടെ മറുപടി അത് അള്ളാഹുവിൽ നിന്നാണ് എന്നാണ്. അസാധാരണമായ വിധത്തില് മറിയം റളിയല്ലാഹു അൻഹക്ക് അങ്ങനെയുള്ള ദൈവിക പിൻബലം ലഭിച്ചുകൊണ്ടിരുന്നു എന്ന കാര്യം അറിയാനിടയായപ്പോ സക്കരിയ അലൈഹിസ്സലാമില് വലിയൊരു പ്രതീക്ഷ, അദ്ദേഹത്തിന്റെ പ്രായം ചെന്ന അവസ്ഥയിൽ പോലും വലിയൊരു പ്രതീക്ഷ ഉടലെടുക്കുകയാണ്. ഇനി വീണ്ടും അദ്ദേഹം ആ പ്രായാധിക്യത്തിൽ എത്തി നിൽക്കുന്ന സമയത്ത് പോലും തനിക്കൊരു പിന്തുടർച്ചക്കാരനെ തരണം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോടൊക്കെയാണ് പ്രാർത്ഥിക്കുന്ന ഒരു രംഗം നമ്മൾ സൂറത്ത് മറിയമില് വിശദമായി കാണുകയുണ്ടായി. അതുപോലെ തന്നെ ചില പരാമർശങ്ങള് സൂറത്ത് ആല ഇമ്രാനിലും സക്കരിയ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് നമ്മൾ നേരത്തെ പഠന വിധേയമാക്കുകയുണ്ടായിട്ടുള്ളതാണ്. വളരെ വിശദാംശങ്ങളോട് കൂടിയല്ലെങ്കിലും ആ സംഭവം തന്നെയാണ് അള്ളാഹു ഇവിടെ പരാമർശിക്കുന്നത്. പ്രവാചകന്മാരുടെ ചില ചരിത്ര സംഭവങ്ങളെ സൂചിപ്പിക്കുന്നതിന്റെ ഭാഗമായി. അപ്പൊ സക്കരിയായെയും നാം ഈ വിധത്തില് ഇൽമും ഹുക്കുമും നൽകി അനുഗ്രഹിക്കുകയുണ്ടായി. ഇതിനാദാ റബ്ബഹു, അദ്ദേഹം തന്റെ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിച്ച ആ സന്ദർഭം സ്മരണീയമാണ്. ലാ തദർനി റബ്ബി ലാ തദർനി ഫർദ, എന്റെ നാഥ നീ എന്നെ
മുരടറ്റവനായി പിൻഗാമിയില്ലാതെ പിന്തുടർച്ചക്കാരനില്ലാതെ തനിച്ചായി പോയവനായി വിട്ടേക്കരുതേ എന്നാണ്. അൻത ഖൈറുൽ വാരിസീൻ, നീ തന്നെയാണ് ഏറ്റവും ഉത്തമനായ അനന്തരാവകാശം ഏറ്റുവാങ്ങുന്നവൻ അല്ലെങ്കിൽ പിന്തുടർച്ചക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സക്കരിയ അലൈഹിസ്സലാം അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയാണ്, എനിക്കൊരു പിന്തുടർച്ചക്കാരനെ നൽകണം എന്ന്. അള്ളാഹു തന്നെയാണ് ഏറ്റവും നല്ല വാരിസ് എന്നാണ് ഇവിടെ സമ്മതിച്ചു പറയുന്നത് സക്കരിയ അലൈഹിസ്സലാം. വിശുദ്ധ ഖുർആനിൽ സമാനമായ സൂചന വേറെയും കാണാൻ പറ്റും. നഹ്നു നരിസുൽ അർള വമൻ അലൈഹ എന്ന വിധത്തിൽ ഭൂമുഖത്തെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ സകലതിന്റെയും അനന്തരാവകാശി, പിന്നീട് അതിനെ അനന്തരം ഏറ്റെടുക്കുന്നവൻ നാം ആണ് എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നത്. എല്ലാവരുടെയും എല്ലാ നേട്ടങ്ങളെയും ഏറ്റുവാങ്ങുക പിന്നീട് അള്ളാഹു തന്നെയാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ആരൊക്കെ എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ആത്യന്തികമായി അതൊക്കെയും തന്നെ അള്ളാഹുവിൻ്റെതാണ്. സന്താനങ്ങളും സമ്പത്തും സൗഭാഗ്യങ്ങളും ഒക്കെ ആളുകൾക്കുണ്ടാകാം, പക്ഷെ അതൊന്നും തന്നെ അള്ളാഹുവിനെ അപേക്ഷിച്ച് സ്വതന്ത്രമായി അവർക്ക് കിട്ടിയതല്ല. അതിൻ്റെയൊക്കെ യഥാർത്ഥ ഉടമ അള്ളാഹുവാണ്. അള്ളാഹുവാണ് ഏറ്റവും ഉത്തമനായ വാരിസ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അള്ളാഹുവിനോട് തേടുകയാണ് എന്ന നിലക്കാണ് സക്കരിയ അലൈഹിസ്സലാം ഇവിടെ പറയുന്നത്. അനന്തരഗാമി ഇല്ലാത്തതിന്റെ പേരിൽ ആരും തന്നെ മരിച്ചു പോകുമ്പോ അയാളുടെ കാര്യങ്ങൾ ഏറ്റുവാങ്ങുന്നവനായി ആരുമില്ലാത്തവരായി മാറുകയില്ല. ഏത് ആളുടെയും കാര്യത്തില് അവന്റെ യഥാർത്ഥ അനന്തരഗാമി അവൻ വിനിയോഗിച്ചിരുന്ന അവൻ്റെതായി ഉണ്ടായിരുന്ന സകലതിന്റെയും പിന്തുടർച്ചക്കാരനായിട്ട് അതിന്റെ അനന്തരാവകാശിയായിട്ട് അത് ഏറ്റുവാങ്ങുന്നവൻ അള്ളാഹുവാണ് യഥാർത്ഥ ഉടമ. ഓരോരുത്തരുടെയും കയ്യിൽ അമാനത്തായി നൽകിയതായിരുന്നു എല്ലാം. എന്നാൽ ഇപ്പോ അവരുടെ മരണശേഷം അത് ഏറ്റുവാങ്ങുന്നവൻ അള്ളാഹു തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. എന്നാൽ പോലും സക്കരിയ അലൈഹിസ്സലാം ചോദിക്കുന്നത്, ഇത് നാദ റബ്ബഹു റബ്ബി ലാ തദർനി ഫർദ വഅൻത ഖൈറുൽ വാരിസീൻ, നീ ഖൈറുൽ വാരിസീൻ ആയിരിക്കെ തന്നെ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, നീ എന്നെ ഒരു മുരടറ്റവനായി തനിച്ച് വിട്ടേക്കല്ലേ എന്ന്. ഫസ്തജബ്നാ ലഹു, നാം അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ജവാബ് നൽകി, അദ്ദേഹത്തിന്റെ പ്രാർത്ഥന നാം സ്വീകരിച്ചു. വവഹബ്നാ ലഹു യഹിയ, നാം അദ്ദേഹത്തിന് യഹിയായെ നൽകുകയും ചെയ്തു. സക്കരിയ അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയ്ക്കുള്ള ജവാബായിട്ട് അദ്ദേഹത്തിന് ജനിച്ച കുഞ്ഞാണ് യഹിയ അലൈഹിസ്സലാം. ഈസ അലൈഹിസ്സലാമിന്റെ തിരുപ്പിറവി അറിയിക്കുന്ന സ്നാപക യോഹന്നാൻ എന്ന വിധത്തില് ക്രൈസ്തവര് ഇദ്ദേഹത്തെ പരാമർശിക്കുന്ന കാണാൻ കഴിയും. ജോൺ ദ ബാപ്റ്റിസ്റ്റ് എന്നാണ് പറയാറുള്ളത്. നമ്മള് സൂറത്ത് മറിയം പഠിച്ചപ്പോ വിശദമായിട്ട് അത് മനസ്സിലാക്കിയിട്ടുണ്ടായതാണ്. യഹിയ അലൈഹിസ്സലാം എന്ന് നാമകരണം ചെയ്യപ്പെടുന്ന ഒരു പുത്രൻ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് സക്കരിയ അലൈഹിസ്സലാമിന് അള്ളാഹു സന്തോഷ വാർത്ത നൽകുന്നു. അങ്ങനെ പുത്രൻ ഉണ്ടായപ്പോ യഹിയ എന്നാണ് അദ്ദേഹത്തിന് പേര് നൽകപ്പെടുകയുണ്ടായത്. ഈസ അലൈഹി ഇസ്ലാമിന്റെ ദൗത്യ നിർവഹണം സംഭവിക്കാൻ പോകുന്നു എന്ന കാര്യം ലോകത്തെ അറിയിക്കുന്ന, അല്ലെങ്കിൽ ഈസ അലൈഹി ഇസ്ലാമിന് വേണ്ടി ബനു ഇസ്രായേൽ സമൂഹത്തെ പാകപ്പെടുത്തി കൊണ്ടുവരുന്ന ഒരു ദൗത്യമാണ് യഹ്യ അലൈഹി ഇസ്ലാം നിർവഹിക്കുകയുണ്ടായിട്ടുള്ളത്. വവഹബ്നാ ലഹു യഹ്യ, അദ്ദേഹത്തിന് നാം യഹ്യ അലൈഹി ഇസ്ലാമിന് യഹ്യ എന്ന സന്താനത്തെ നൽകിയുണ്ടായി. വഅസ്ലഹ്നാ ലഹു സൗജഹു, അദ്ദേഹത്തിന് വേണ്ടി
അദ്ദേഹത്തിന്റെ പത്നിയെ നാം ഒരു സ്വാലിഹത്താക്കി മാറ്റുകയും ചെയ്തു. സ്വാലിഹത്ത് എന്ന വാക്കിന്റെ സൂചന കേടുപാടുകളില്ലാത്തവൾ എന്നാണ്. എന്തെങ്കിലും വിധത്തിലുള്ള ന്യൂനതയില്ലാത്ത ഒരാള് എന്ന് പറഞ്ഞാൽ മഹത്തരമായ ശരീരഘടനയും സ്വഭാവപരമായ പ്രത്യേകതകളും ഒക്കെ ഉള്ള ആള്. അതിനാണ് സ്വാലിഹത്ത് എന്ന് പറയുന്നത്. തസ്ലീഹ് എന്ന വാക്ക് അറബിയിൽ ഉപയോഗിക്കാറുള്ളത്, ഈ പദത്തിൽ നിന്ന് വന്നൊരു വാക്കാണത്. അത് ഉപയോഗിക്കാറുള്ളത് റിപ്പയറിംഗ് എന്ന അർത്ഥത്തിലാണ്. തസ്ലീഹു സയ്യാറാത്ത്, കാറുകൾ റിപ്പയർ ചെയ്യുന്ന ഇടം, അതാണ്, ആ അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കാറുള്ളത്. ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ കേടുപാടുകൾ തീർക്കുക എന്നാണ്. ഇസ്ലാഹി പ്രവർത്തനം എന്നൊക്കെ ആളുകൾ പറയാറുണ്ടല്ലോ. സമൂഹത്തെ ബാധിച്ച പുഴുക്കുത്തുകളെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ ഇസ്ലാഹി പ്രവർത്തനം എന്ന് പറയുന്നത്. ആളുകള് സത്യമാർഗത്തിന്റെ ആളുകളായി മാറിയതിനു ശേഷവും ചിലപ്പോ പല വിധത്തിലുള്ള വ്യതിചലനങ്ങളും അതുപോലെ വഴി മാറിപ്പോകലും മാർഗഭ്രംശമൊക്കെ ഉണ്ടാകാം. അത്തരം സംഗതികളൊക്കെ തിരുത്തി ശരിയായ മാർഗത്തിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നതിനാണ് ഇസ്ലാഹ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അള്ളാഹു പറയുന്നത് അസ്ലഹ്നാ ലഹു സൗജഹു, അദ്ദേഹത്തിന്റെ ഇണയെ നാം ശരിയാക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ സന്താന സാധ്യത ഇല്ലാതിരുന്ന അദ്ദേഹത്തിന്റെ പത്നിയെ അവരുടെ വന്ധ്യത പരിഹരിച്ചുകൊണ്ട് പ്രായമേറിയ സന്ദർഭത്തിൽ പോലും ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയുന്ന വിധത്തിലുള്ള ശാരീരികമായ പ്രത്യേകതകള് നാം അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. അസ്ലഹ്ന ലഹു സൗജഹു, അദ്ദേഹത്തിന്റെ പത്നിക്കുണ്ടായിരുന്ന പോരായികകള്, ന്യൂനതകള് അള്ളാഹു പരിഹരിച്ചു കൊടുത്തു എന്നാണ് സൂചിപ്പിക്കപ്പെടുന്നതായി മനസ്സിലാക്കാൻ സാധിക്കും. വിവാഹിതരായി പതിറ്റാണ്ടുകൾ തന്നെ പിന്നിട്ടിട്ടും ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ പ്രായമേറിയ ഘട്ടത്തിലാണ് സക്കരിയ അലൈഹിസ്സലാം ഈ വിധത്തില് മനസ്സിൽ തട്ടി അള്ളാഹുവിനോട് തേടുന്നതും അള്ളാഹു അദ്ദേഹത്തിന്റെ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് യഹിയ എന്ന ഒരു പുത്രനെ നൽകുന്നതും. ആ പുത്രനെ ഗർഭം ധരിക്കാനും പ്രസവിക്കാനും ഒക്കെ പറ്റുന്ന വിധത്തിലുള്ള മാറ്റങ്ങള് അദ്ദേഹത്തിന്റെ പത്നിയിൽ നാം ഉണ്ടാക്കുകയുണ്ടായി എന്നാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. വഅസ്ലഹ്നാ ലഹു സൗജഹു, ഇത് കൃത്യമായിട്ടും അവരുടെ ശാരീരികമായ ന്യൂനതകളെയും വൈകല്യങ്ങളെയും ഇല്ലാതെ ആക്കി എന്ന ഒരർത്ഥത്തിൽ മാത്രം പരിമിതപ്പെടുത്തി വായിക്കേണ്ടതില്ല. അത് മാനസികമായ അതുപോലെ വിശ്വാസപരമായ ശരിപ്പെടുത്തലിനും ഈ പദം ഉപയോഗിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആനിൽ തന്നെ എന്നതിനാൽ അത് പൊതു അർത്ഥത്തിലാണ് മനസ്സിലാക്കാൻ കൂടുതൽ ഉചിതമായിട്ടുള്ളത്. പക്ഷെ എന്തോ ഒരു തടസ്സം അവർക്കുണ്ടായിരുന്നത് അള്ളാഹു നീക്കി കൊടുത്തു. അവര് ഗർഭിണിയായി കുഞ്ഞിന് ജന്മം നൽകി പ്രസവിച്ചു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, ഇവരൊക്കെയും തന്നെ ഖൈറാത്തിൽ, നന്മയിൽ മത്സരിച്ച് മുന്നേറുന്നവരായിരുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. സക്കരിയ അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തിന്റെ പത്നിയെയും പരാമർശിച്ചുകൊണ്ട് പറയുന്നതോടൊപ്പം തന്നെ മുകളിൽ പരാമർശിക്കപ്പെട്ട സകല പ്രവാചകന്മാരിലേക്കും സൂചന നൽകുന്ന വിധത്തിലാണ് ഈ ഭാഷാപരമായി ഈ പ്രയോഗം ഉള്ളത്. ഇന്നഹും കാനൂ യുസാരിഊന, ബഹുവചനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് വേണമെങ്കിൽ സക്കരിയ അലൈഹിസ്സലാമും അദ്ദേഹത്തിന്റെ പത്നിയും പുത്രൻ യഹിയ അലൈഹിസ്സലാമും എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കാം. അതല്ലെങ്കിൽ മുകളിൽ പരാമർശിക്കപ്പെട്ട പ്രവാചകന്മാരൊക്കെയും എന്ന അർത്ഥത്തിലും മനസ്സിലാക്കാം. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവരൊക്കെയും തന്നെ ഖൈറാത്തിൽ മുന്നേറുന്നവരായിരുന്നു, മത്സരിച്ച് മുന്നേറുന്നവരായിരുന്നു, ധൃതിപ്പെട്ടുകൊണ്ട് നന്മയിലേക്ക് മുന്നേറുന്നവരായിരുന്നു അവർ. യുസാരിഊന, പരസ്പരം മത്സരിച്ചുകൊണ്ട് ധൃതി കാണിക്കുന്നതിനാണ് ആ വാക്ക് പറയാം. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്,
ഖൈറാത്തിലാണ് അവരുടെ മത്സരം. അവർ ധൃതി കാണിച്ചിരുന്നത് എന്തെങ്കിലും ദോഷകരമായ സംഗതികൾ സ്വന്തമാക്കുന്നതിന് വേണ്ടിയല്ല, ഖൈറാത്ത് വാരിക്കൂട്ടുന്നതിൽ, അത് ഭൗതിക അർത്ഥത്തിലുള്ള എന്തെങ്കിലും വിലപിടിപ്പുള്ള നേട്ടങ്ങള്, സമ്പത്ത്, വരുമാനം എന്ന പോലെ തന്നെ ആത്മീയമായ അർത്ഥത്തിലും ഈ പദം വളരെ പ്രസക്തമാണ്. ഇവരൊക്കെയും തന്നെ നന്മയില്, ഇപ്പോ ഹലാലായ ഫضല്, അള്ളാഹുവിന്റെ ഒരു റിസ്ഖ് തേടുന്നതിന് യാതൊരു തടസ്സവും ഇസ്ലാമിലില്ല. അതിലൽപ്പം മത്സരബുദ്ധി ഉണ്ടായി എന്നത് മോശമായ ഒരു കാര്യമൊന്നുമല്ല. ഹലാലായ നല്ല വിഭവങ്ങൾ തേടുന്നത്. അപ്പൊ ഇവിടെ ഖൈറാത്തിലാണ് അവർ മുന്നേറിയത്. നമ്മുടെ കയ്യിൽ വല്ലതും ഉണ്ടെങ്കിലേ മറ്റുള്ളവർക്ക് സഹായിക്കാൻ പോലും നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഖൈറാത്ത് എന്നുള്ളതിന് ഭൗതിക അർത്ഥത്തിലുള്ള സാധ്യതയെ നമ്മൾ റൂൾ ഔട്ട് ചെയ്യേണ്ട കാര്യമില്ല, അതുണ്ട്. അത് മാത്രമല്ല, അള്ളാഹുവിന്റെ അടുക്കല് പുണ്യകരമായി മാറുന്ന ഖൈറായ കാര്യങ്ങൾ ആർജിക്കുന്നതിൽ, പ്രവർത്തിക്കുന്നതിൽ, ചെയ്യുന്നതിൽ അവരെല്ലാവരും തന്നെ ധൃതിയിൽ മത്സരിച്ചുകൊണ്ട് അത് ചെയ്യാൻ മുതിരുന്നവരായിരുന്നു. വയദൂനന, നമ്മോട് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു അവര്. റഹബൻ വ റഹബ, രണ്ട് നിലപാടുകളോടുകൂടിയാണ്. ഒന്ന് വലിയ പ്രതീക്ഷാ നിർഭരതയോടുകൂടി, വലിയ പ്രത്യാശയോടുകൂടി, റഹബോടുകൂടി അവര് പ്രാർത്ഥിക്കുമായിരുന്നു. അതേപോലെ റഹബും ഉണ്ട്, ഭീതിയുണ്ട്, ഭയപ്പാടുണ്ട്. ഭയപ്പാടില്ലാത്ത പ്രതീക്ഷയോ പ്രതീക്ഷ വെച്ച് പുലർത്താത്ത ഭയമോ ഒന്നുമല്ല. രണ്ടും ചേർന്ന് വരുമ്പോഴാണ് അള്ളാഹുവിനോട് ഓരോരുത്തരും നിർവഹിക്കുന്ന പ്രാർത്ഥന ഫലവത്തായി മാറുന്നത്. അള്ളാഹുവിന്റെ ഔദാര്യത്തില് പ്രതീക്ഷയുള്ള റഹബുള്ളവരായിരിക്കണം. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ നടപടികളുടെ കാര്യത്തിലോ അള്ളാഹു കോപിക്കുന്ന വിഷയത്തിലോ ഒക്കെ തന്നെ ഒരു ഭയപ്പാടും ഉണ്ടാവണം. ഒരു ഭയപ്പാടും വലിയ പ്രതീക്ഷാ നിർഭരതയും ഉള്ള വിധത്തില് അവരൊക്കെയും തന്നെ നമ്മോട് പ്രാർത്ഥിക്കുമായിരുന്നു. വക്കാനൂലന ഖാശിഈൻ, അവര് നമ്മുടെ മുന്നിൽ വല്ലാത്ത അടക്കം, ഒതുക്കം, വിനയമൊക്കെ കാണിക്കുന്നവരായിരുന്നു. വക്കാനു ലന ഖാശിഈൻ, ഖുശൂഅ് കാണിക്കുന്ന, വിധേയപ്പെടലും കീഴ്പ്പെടലും കാണിക്കുന്നവരായിരുന്നു അവർ. ഖുശൂഅ് എന്ന് പറഞ്ഞാൽ വലിയ വിനയം കാണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ വളരെ വിനയത്തോടു കൂടി വന്നു നിൽക്കുന്ന ഒരു നിലപാടിനാണ് ഖുശൂഅ് എന്ന് പറയും. വലിയ വിനയവും എളിമയും ഭക്തിയും ഒക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു നിലപാട്. അപ്പൊ ഇവരൊക്കെയും തന്നെ നമ്മോട് ഖുശൂഅ് കാണിക്കുന്നവരായിരുന്നു. റഹബോടും റഹബോടും കൂടി നമ്മോട് ചോദിക്കുന്നവര്, നമ്മോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ഇത് പറഞ്ഞതിന് ശേഷം അള്ളാഹു വേറെ രണ്ട് പേരെ കൂടി പരാമർശിക്കുകയാണ്. വല്ലത്തി അഹ്സനത്തു ഫർജഹ, തന്റെ ചാരിത്രം സംരക്ഷിക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ച ഒരു സ്ത്രീ ഉണ്ടല്ലോ. ചരിത്രത്തിൽ ഏറ്റവും ഏറെ ഒരു പക്ഷേ ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നതിനോടൊപ്പം തന്നെ ഏറ്റവും ഏറെ അവരുടെ നന്മയായിട്ട് അള്ളാഹു എടുത്ത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയം അവരുടെ അഹ്സനത്തു ഫർജഹ എന്ന സംഗതിയാണ്. അഹ്സനത്ത് എന്ന് പറഞ്ഞ കാവൽ ഏർപ്പെടുത്തി എന്നാണ് അതിന്റെ അർത്ഥം. അവര് കാവൽ തീർത്തു, ഹെസ്നു സൃഷ്ടിച്ചു. ഹിസ്നുൽ മുസ്ലിം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഫോർട്ട് എന്നാണ്, കോട്ട എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. മഹസനത്ത് എന്ന് പറഞ്ഞാല് ഈ വാക്കിൽ നിന്ന് വരുന്നതാണ്. ധാർമ്മികമായ ഒരു സംരക്ഷണത്തിന്റെ ഭിത്തി തന്നെ നിലനിർത്തുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്ന ആളെയാണ് അങ്ങനെ പറയുക. അപ്പൊ ഇവിടെ വല്ലത്തിയ അഹ്സനത്തു ഫർജഹ, തന്റെ
ചാരിത്രം സംരക്ഷിക്കുന്നതിന്, ഫർജ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തില് ഗുഹ്യാവയവം എന്നാണ്, ലൈംഗികാവയവം എന്നാണ് ആ വാക്ക് സൂചിപ്പിക്കുന്ന അർത്ഥം. ലൈംഗിക അവയവത്തിനെ കാത്ത് സംരക്ഷിക്കുക എന്ന് പറയുന്നത് അതിന്റെ മെറ്റഫോറിക്കൽ ആയിട്ട് എന്ത് സംഗതിയുടെ കാര്യത്തിലാണ് ലൈംഗികാവയവത്തെ കാത്ത് സംരക്ഷിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പറയുമ്പോൾ അവരുടെ ചാരിത്രം സംരക്ഷിക്കുന്നതിന് പ്രത്യേകമായ ശ്രമം നടത്തിയ ഒരാള് എന്നുള്ള നിലക്കാണ് പരാമർശിക്കപ്പെടുന്നത്. സൂചന മറിയം റളിയല്ലാഹു അൻഹയിലേക്കാണ്. വിശുദ്ധ ഖുർആനില് പലയിടത്തും സൂറത്ത് മറിയമിൽ ഉൾപ്പെടെ പരാമർശങ്ങളുണ്ട് മറിയം റളിയല്ലാഹു അൻഹയുടെ ഈ വൈശിഷ്ട്യത്തെ കുറിച്ച്. അത് പ്രത്യേകം എടുത്തു പറയുമ്പോൾ ചരിത്രത്തിലെ ഈ മഹത്വമുള്ള ആളുകള്, മഹത്വമുള്ള സ്ത്രീകളൊക്കെ മറിയം റളിയല്ലാഹു അൻഹയെ പോലെ അങ്ങനെ ആയിരുന്നില്ല എന്നല്ല. മറിയം റളിയല്ലാഹു അൻഹയുടെ പേരിൽ ഒരു ആക്ഷേപം ബനൂ ഇസ്രായേൽ സമൂഹം ഉന്നയിക്കുകയുണ്ടായി. യാ ഉഖ്ത ഹാറൂന എന്നൊക്കെ വിളിച്ചിട്ട് അവർ ആക്ഷേപിക്കുന്നുണ്ട്. ഹാറൂന്റെ സഹോദരി എന്നൊക്കെ വിളിച്ചിട്ട്, നിന്റെ വാപ്പ അങ്ങനെ ആയിരുന്നില്ല, നിന്റെ ഉമ്മ അങ്ങനെ ആയിരുന്നില്ല, നീ ഇങ്ങനെ വെടക്കായി പോയത് എങ്ങനെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവര് മറിയം റളിയല്ലാഹു അൻഹയെ, ഈസാ അലൈഹി ഇസ്ലാമിന് ജന്മം നൽകിയ ആ സന്ദർഭത്തിൽ അവരെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. ആ ഒരു കാര്യം അവരുടെ അല്ലെങ്കിൽ ലോകത്തിന്റെ കൺമുന്നിൽ ഉള്ളത് കൊണ്ടായിരിക്കണം അള്ളാഹു മറിയം റളിയല്ലാഹു അൻഹയുടെ ഈ ആസ്പെക്ട് പ്രത്യേകം എടുത്തു പറയുന്നത്. അങ്ങനെ ബനൂ ഇസ്രായേൽ സമൂഹം ആരോപിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്ത വിധത്തിൽ ഏതെങ്കിലും നിലക്ക് വല്ല ധാർമ്മികമായ അപജയവും ഉണ്ടായ ആളല്ല മറിയം റളിയല്ലാഹു അൻഹ. മറിച്ച് അവര് തന്റെ ചാരിത്രം സംരക്ഷിക്കുന്നതില് വളരെ ജാഗ്രത ഉണ്ടായിരുന്ന ആളായിരുന്നു എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. വല്ലത്തി അഹ്സനത്ത് ഫർജ, ചാരിത്ര്യ സംരക്ഷണത്തിന് പ്രത്യേകമായ ശ്രമം നടത്തുകയുണ്ടായ ആ സ്ത്രീ, ആ യുവതി. ഫനഫഖ്നാ ഫീഹ, നാം അവരിൽ ഊതുകയുണ്ടായി, മിർ റൂഹിന, നമ്മുടെ ആത്മാവിൽ നിന്ന്. വജഅൽനാഹ വബ്നഹ ആയതൻ ലിൽ ആലമീൻ, അവരെയും അവരുടെ പുത്രനെയും നാം ലോകത്തിനുള്ള ദൃഷ്ടാന്തമാക്കി വെക്കുകയും ചെയ്തു. ലോകങ്ങൾക്കുള്ള അല്ലെങ്കിൽ ലോകത്തെ മുഴുവൻ ആളുകൾക്കുമായുള്ള വലിയ ദൃഷ്ടാന്തമായിട്ട് നാം അവരെ വെക്കുകയും ചെയ്തു, നിശ്ചയിക്കുകയും ചെയ്തു. മറിയം റളിയല്ലാഹു അൻഹയെ മാത്രമല്ല, അവരുടെ പുത്രൻ ഈസാ അലൈഹി ഇസ്ലാമിനെ കൂടിയാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഇരുവരെയും ലോകത്തിന്റെ മുന്നില് അള്ളാഹുവിന്റെ ആയിരുന്നു എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. മറിയം റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു കുഞ്ഞുണ്ടായത് പ്രകൃതിപരമായ രീതിയിലല്ല. പ്രകൃതിപരമായ രീതിയിലല്ലാതെ അള്ളാഹു ഒരാൾക്ക് പിറവി നൽകുമ്പോ, ജന്മം നൽകുമ്പോ, ഒരാളെ സൃഷ്ടിക്കുമ്പോ അതിനെ പരാമർശിക്കുന്നിടത്താണ് അള്ളാഹു ഇങ്ങനെ പറയാറുള്ളത്, ഫനഫഖ്നാ ഫീഹ മിർ റൂഹിന, നമ്മുടെ ആത്മാവിൽ നിന്ന് നാം അതിൽ ഊതുകയുണ്ടായി, അല്ലെങ്കിൽ അവളിൽ ഊതുകയുണ്ടായി. ഇങ്ങനെ നമ്മുടെ ആത്മാവിൽ നിന്ന് നാം ദിവ്യ ചൈതന്യം എന്നുള്ള നിലക്ക് ജീവന്റെ തുടിപ്പ് പകർന്നു നൽകി എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അത് വിശിഷ്ടമായി പ്രത്യേകമായി പറയാറുള്ളത് ഖുർആനില് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. ആദം അലൈഹി ഇസ്ലാമിന്റെ കാര്യത്തിൽ ഇങ്ങനെ പരാമർശം കാണാം. മറിയം റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു പുത്രൻ ജനിച്ചപ്പോൾ ഈസാ അലൈഹി ഇസ്ലാമിന്റെ കാര്യത്തിൽ അങ്ങനെയുള്ള പരാമർശം കാണാം. അപ്പോ പ്രകൃതിപരമായ ഭാര്യാഭർത്തൃ ബന്ധത്തിലൂടെ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ കാര്യത്തില് ഇങ്ങനെയുള്ള പരാമർശം ഉണ്ടാകാറില്ല. എന്നാൽ അള്ളാഹു അവന്റെ ആജ്ഞ അനുസരിച്ച് രൂപകൽപ്പന ചെയ്യപ്പെട്ട ആളുകളുടെ കാര്യത്തില് അവർക്ക് നാം ജീവചൈതന്യം
പകർന്നു കൊടുത്തുകൊണ്ട് അവരിൽ നാം ഊതുകയുണ്ടായി എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധ പതിയേണ്ട ഒരു കാര്യമാണ്. ഫനഫഖ്നാ ഫീഹ, നാം അവരിൽ ഊതുകയുണ്ടായി, നാം അവരിൽ ദിവ്യ ചൈതന്യം പകർന്നു കൊടുത്തു. മിർ റൂഹിന, നമ്മുടെ ആത്മാവിൽ നിന്ന്, നമ്മുടെ ചൈതന്യത്തിൽ നിന്ന് നാം അവരിൽ ഊതുകയുണ്ടായി, ദിവ്യ ചൈതന്യം പകർന്നു നൽകുകയുണ്ടായി. ജീവന്റെ തുടിപ്പ് അവരിൽ അനുഭവപ്പെട്ടു തുടങ്ങി. വജഅൽനാഹാ വബ്നഹ ആയത്തൻ ലിൽ ആലമീൻ. അപ്പോ മറിയം റളിയല്ലാഹു അൻഹയെയും അവരുടെ പുത്രൻ ഈസാ അലൈഹിസ്സലാമിനെയും ലോകർക്കുള്ള ദൃഷ്ടാന്തമായിട്ടാണ് അള്ളാഹു വെച്ചിരിക്കുന്നത് എന്നും ഇവിടെ സൂചിപ്പിക്കുകയാണ്. അന്ത്യനാൾ വരെ ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് സങ്കീർണതകൾ മനുഷ്യരെ അഭിമുഖീകരിക്കുന്നുണ്ടാവും. മറിയം റളിയല്ലാഹു അൻഹയുടെ ചാസ്റ്റിറ്റി, അതുപോലെ ഈസാ അലൈഹിസ്സലാമിന്റെ ഇമ്മാക്യുലേറ്റ് ബേർത്ത്സ്, ഇങ്ങനെ പലതും. അപ്പോ അന്ത്യനാൾ വരെയുള്ള മനുഷ്യ സമൂഹങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവിക ദൃഷ്ടാന്തം എന്ന വിധത്തില് അസാധാരണമായ പ്രതിഭാസങ്ങളായിട്ട് അവർക്ക് വിലയിരുത്താനും നോക്കിക്കാണാനും പറ്റുന്ന വിധത്തിലുള്ള സംഗതികളായിരിക്കും ഈ രണ്ട് പ്രതിഭാസങ്ങളും. മറിയം റളിയല്ലാഹു അൻഹ വിവാഹിതയാവാതെ പുരുഷബന്ധമില്ലാതെ ഗർഭിണിയാവുന്നതും പ്രസവിക്കുന്നതും, അതേപോലെ തന്നെ ഈസാ അലൈഹിസ്സലാം ഒരു അപ്പയില്ലാതെ ജനിക്കുന്ന കുട്ടിയായി രംഗത്ത് വരുന്നതും ഒക്കെ തന്നെ. ഇതൊക്കെ അള്ളാഹുവിന്റെ അജായിബുള്ള ഖുദ്റത്ത് കാണിക്കാൻ, ഭൂമുഖത്ത് മനുഷ്യന് മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന വിധത്തിലുള്ള ദൃഷ്ടാന്തങ്ങളായിട്ടാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്, പരാമർശിക്കുന്നത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ അംബിയ അല്ലെ 89 മുതൽ 91 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കുകയുണ്ടായത്. ഇതിനകം പരാമർശിക്കപ്പെട്ട പ്രവാചകന്മാരെ അവരുടെ പല പ്രത്യേകതകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അള്ളാഹു ബോധ്യപ്പെടുത്തുന്നത് അവരൊക്കെയും തന്നെ മനുഷ്യരായിരുന്നു, മനുഷ്യരുടേതായ പല പരിമിതികളും ഉള്ളവരായിരുന്നു അവരൊക്കെയും തന്നെ. അവരിൽ ആരിലും ഒരു തരിമ്പ് പോലും ദിവ്യത്വം ഉണ്ടായിരുന്നില്ല. അവരൊക്കെയും തന്നെ അള്ളാഹുവിന്റെ ഖുദ്റത്ത് വെളിപ്പെടുത്തിയിരുന്ന ആളുകളാണ്. അവർക്ക് സ്വന്തം നിലക്ക് യാതൊരു വിധത്തിലുള്ള ഖുദ്റത്തും ഉണ്ടായിരുന്നില്ല. യൂനുസ് അലൈഹിസ്സലാം ഉദാഹരണത്തിന് നമ്മൾ കണ്ടതാണ്. നിസ്സഹായ അവസ്ഥയിൽ അള്ളാഹുവിനോട് വിളിച്ച് പ്രാർത്ഥിച്ച കാര്യം. അയ്യൂബ് അലൈഹിസ്സലാമിന്റെ കാര്യവും നമ്മൾ ശ്രദ്ധിച്ചതാണ്. അങ്ങേയറ്റത്തെ നിസ്സഹായാവസ്ഥയിൽ അയ്യൂബ് അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയുണ്ടായി. ഇപ്പൊ മക്കയിലെ ആളുകൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ തെരുവുകളിലൂടെ നടക്കാറുണ്ട്, ആവുന്നു, മക്കളുണ്ടാകുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, സാധാരണ മനുഷ്യനെ പോലെ ജീവിക്കുന്നു എന്നത് അവർക്ക് അദ്ദേഹം പ്രവാചകനാവുന്നില്ല, അല്ലെങ്കിൽ അത് കാരണമായിട്ട് പ്രവാചകത്വത്തിനുള്ള യാതൊരു യോഗ്യതയും ഇല്ലാതെയാവുകയാണ് എന്നാണ് അവർ കരുതുന്നതെങ്കിൽ, മുൻകഴിഞ്ഞ പ്രവാചകന്മാരൊക്കെയും തന്നെ അതുപോലെയുള്ള മനുഷ്യരെന്ന നിലക്കുള്ള പരിമിതികളും ആവശ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നവരാണ് എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു കാര്യം. അതേ സമയത്ത് അവരൊക്കെയും തന്നെ അള്ളാഹുവിന്റെ പ്രാതിനിധ്യം വഹിക്കുന്ന, ദൈവിക സന്ദേശം നടപ്പിലാക്കുന്ന ആളുകളായിരുന്നു എന്നതിന്റെ സൂചനകളും ഇവിടെ നൽകപ്പെടുന്നു.
അപ്പോ ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.